മണിപ്പൂരിലെ ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ഡ്രോൺ ആക്രമണത്തിൽ അന്വേഷണം മണിപ്പൂരിലെ ആക്രമണം നടന്നതാണ്. അതിൻ്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. കൗത്തുറുക്കിൽ ഉണ്ടായ ഡ്രോൺ ബോംബാക്രമണത്തിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ NIA ഏറ്റെടുത്തതായി ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത വിജി ഡൽഹിയിൽ നിന്നും പെട്ടെന്ന് വിശദാംശങ്ങൾ നൽകും. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മണിപ്പൂരിലെ ഈ ഡ്രോൺ ആക്രമണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ NIA ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസിൽ നിന്ന് മുഴുവൻ വിവരങ്ങളും പോലീസ് എടുത്തിട്ടുള്ള കേസുകൾ, ഒപ്പം തന്നെ ഇതിൽ ആരൊക്കെയാണ് പ്രതിസ്ഥാനത്തുള്ളതെന്നുൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും നൽകണം, രേഖകൾ കൈമാറണമെന്നാണ് NIA ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൗത്രക്കിലുണ്ടായ ഡ്രോൺ ബോംബ് ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് NIAയുടെ അന്വേഷണം. ഇതിൻ്റെ ഒരു പ്രാഥമിക നടപടികൾ NIA ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായി മണിപ്പൂരിൽ വലിയ രീതിയിൽ സംഘർഷങ്ങൾ തുടരുന്നുണ്ടായിരുന്നു. അതിൽ ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ, ബോംബാക്രമണങ്ങൾ നടത്തിയാണ് സംഘർഷങ്ങൾ നടന്നിരുന്നത്. അതിൽ സംസ്ഥാനം പോലും വലിയ രീതിയിലേക്കുള്ള ആശങ്ക മുന്നോട്ട് വെച്ചൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിലേക്കുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഒരു പരിധിക്കപ്പുറം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണെന്ന് മണിപ്പൂരിലെ മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് എത്തി പറയുകയുണ്ടായി. ഒപ്പം തന്നെ പിന്നീട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഒരുക്കിയിരുന്നു. ഇപ്പോൾ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങൾ കൂടി നടക്കുകയാണ്. ഈ ആക്രമണങ്ങളിലും സംഘർഷങ്ങളിലും നിരവധി പേരാണ് മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ മണിപ്പൂരിലെ ഈ ഡ്രോൺ ആക്രമണം NIA അന്വേഷിക്കാൻ ഒരുങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടിക്രമങ്ങൾ NIA ആരംഭിച്ചിട്ടുണ്ട്. പോലീസിൽ നിന്നും NIA വിവരം തേടിയിട്ടുണ്ട്. കൗത്രക്കിലുണ്ടായ ഈ ഡ്രോൺ ബോംബ് ആക്രമണമാണ് NIA ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. താങ്ക് യു. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ NIA അന്വേഷണം ഏറ്റെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്കൊപ്പം വിനീത റിപ്പോർട്ട് ചെയ്തത്.